അള്ളാഹു ഇലാഹാണ്, അള്ളാഹു പടച്ചോനാണ്, അള്ളാഹു പടച്ചോനാണ്, അള്ളാഹു പടച്ചോനാണ്, അള്ളാഹു ഇലാഹാണ്, അള്ളാഹു പടച്ചോനാണ്, ദൈവമാണ്. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. എന്റെ നൗഷാദ്, നിനക്ക് അന്തമുണ്ടോ? നിനക്ക് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? എന്നിട്ടും ഇപ്പോഴും ചോദ്യമാണ്, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് കുഫറാണോ, അള്ളാഹു പറഞ്ഞത് കുഫറാണോ എന്നൊക്കെ ചോദിക്കാൻ കൂടെ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ കോൾമയൂർ കൊള്ളുമല്ലോ. നമ്മൾ പേടിക്കുമെന്ന് ഓർത്തിട്ടാണോ ഈ ചെക്കൻ ചോദിക്കുന്നത് എന്നറിയില്ല. ആണെങ്കിൽ അത് പോക്കറ്റിൽ വെച്ചേക്ക്. നിന്റെ തട്ടിപ്പും തരികിടയൊന്നും ഞങ്ങൾ സുന്നികളുടെ അടുത്ത് നടക്കില്ല നൗഷാദെ. ഇവിടുത്തെ വിഷയം എന്താ? ഖാലിഖ് എന്ന വിശേഷണം ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് പറഞ്ഞാൽ ആ പറഞ്ഞവൻ ഇസ്ലാം എന്ന് പുറത്തു പോയി വാദിച്ചത്. അതാ അവിടുത്തെ വിഷയമുള്ളത്. ഇയാൾ പറയട്ടെ, പേരോട് പറയട്ടെ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹു ആണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. എന്ന് മാത്രം അല്ല, ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യ അവനെ ഹലാലല്ല. അതാണ് എന്താ പറഞ്ഞ, എഴുതി വെച്ചോളി. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് ഖാലിഖാണെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. പേരോടിന്റെ വാദം. അതെ, അതാണ് പേരോട് ഉസ്താദിന്റെ വാദം. ഉസ്താദ് പറഞ്ഞത് ഏത് വാദമാണോ അത് തന്നെയാണ് ഇസ്ലാമിന്റെ നിലപാടും. ഉസ്താദ് ആ പറഞ്ഞത് ഏതർത്ഥത്തിലാണ് എന്നൊക്കെ അതിന്റെ ശേഷമുള്ള ക്ലിപ്പ് കാണിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മറുപടി പറഞ്ഞല്ലോ. നീ എന്താ അതിനെക്കുറിച്ച് മിണ്ടാത്തത്? നീ എന്താ അങ്ങോട്ടോ തിരിഞ്ഞു പോലും നോക്കാത്തത്? എന്നിട്ട് ഇപ്പോഴും ആ പഴയ പല്ലവി തന്നെ ഇങ്ങനെ ആവർത്തിക്കാൻ. അത് പിന്നെ ശീലായി പോയല്ലോ. എല്ലാ ദിവസവും എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒച്ച വെക്കണം. അതിനെന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ? അതിന് ആളുകൾ മറുപടി പറഞ്ഞിട്ടുണ്ടോ? അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ കുഴഞ്ഞു കിടക്കണ വാപ്പ എത്ര കൊല്ലായി പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും അത് തന്നെ. നമ്മൾ മുശബ്ബഹും മുശബ്ബഹുബിഹിയും വജുഹുശബഹും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തതാണ്. എന്നിട്ടും മറുപടി പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പാടി നടക്കാൻ. സത്യത്തില് നീ പറഞ്ഞില്ലേ അള്ളാഹു ആണ് ദൈവം, അള്ളാഹു ആണ് പടച്ചോൻ? നീ പറഞ്ഞില്ലേ ഇന്നലത്തെ പ്രസംഗത്തിൽ? അള്ളാഹു ഇലാഹാണ്, അള്ളാഹു പടച്ചോനാണ്, ദൈവമാണ്. ആ രൂപത്തിലുള്ള അടിമ, അതാ അവിടെ പറഞ്ഞ അടിമ. അള്ളാഹു ഇലാഹാണ്, അള്ളാഹു പടച്ചോനാണ്, അള്ളാഹു പടച്ചോനാണ്, അള്ളാഹു പടച്ചോനാണ്. അതിന് നീ ഒരു അർത്ഥം ഉദ്ദേശിച്ചില്ലേ? ആ അർത്ഥത്തിലാണ് പേരോട് ഉസ്താദ് അവിടെ ഖാലിഖ് എന്നുപയോഗിച്ചത് എന്ന് വളരെ കൃത്യമായി ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ചെങ്ങാതി ഇപ്പോഴും പറയാൻ മറുപടി പറഞ്ഞിട്ടില്ല. തൊട്ടോ എന്നിട്ട് ഇപ്പൊ വന്നിട്ട് വലിയൊരു ചോദ്യം ചോദിക്കാൻ, ഈസാ നബി അലൈഹിസ്സലാം ആ പറഞ്ഞത് കുഫറാണോ? ഈസാ നബി ഖാലിഖാണെന്ന് അല്ലാഹു പറയുന്നു. ചോദ്യമാണ്, നിങ്ങളുടെ പേരോട്ടുകാരൻ പറയുന്നു എന്ത്? ഏതെങ്കിലും ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് ഖാലിഖാണെന്ന് വിശ്വസിച്ചാൽ ദീനിന്റെ പടിക്ക് പുറത്താണ്. ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആൻ ഈസാ നബി അലൈഹിസ്സലാം ഈ പക്ഷിയുടെ രൂപത്തെ ഖൽഖ് ചെയ്തു എന്ന് ഖുർആൻ പറയുന്നു. ഈ ആയത്ത് കുഫറാണോ? ഓ, വല്ലാത്തൊരു ചോദ്യം. ആകെ പേടിച്ച് പേരോട് ഉസ്താദും ഉസ്താദിന്റെ ശിഷ്യന്മാരും അനുയായികളൊക്കെ വല്ലാതെ വിറച്ചു പോവാൻ. എന്റെ നൗഷാദ്, നിനക്ക് അന്തമുണ്ടോ? നിനക്ക് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? നീ ആ കാണിച്ച ക്ലിപ്പിൽ തന്നെ അതിന്റെ ശേഷം പേരോട് ഉസ്താദ് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ആ വിഷയം ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നില്ലേ? ഈ ക്ലിപ്പ് നീ കാണിച്ചിട്ടുള്ളതല്ലേ? എന്നിട്ടും എന്തിനാണ് ഈ സമൂഹത്തെ നീ ഇങ്ങനെ വെട്ടിപ്പിലൂടെ തട്ടിപ്പിലൂടെ പറ്റിക്കുന്നത്? എന്തെങ്കിലും ഒരു ധാർമ്മികത നിനക്കുണ്ടോ? അതെങ്ങനെ ഉണ്ടാവാനാ? ഇബിലീസിനെ മുസ്ലിമാക്കാൻ നടക്കുന്ന പാർട്ടികൾക്ക് ധാർമ്മികത ഉണ്ടാകുമോ? എന്നാൽ പേരോട് ഉസ്താദ് ഖാലിഖ് എന്ന പദം ഉപയോഗിക്കൽ കുഫറാണെന്ന് പറഞ്ഞപ്പോ തന്നെ ഖാലിഖ് എന്ന പദം ഖുർആനിൽ മറ്റു പല അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. അള്ളാഹു മാത്രമാണ് ഖാലിഖ്, അള്ളാഹു മാത്രമാണ് പഠിച്ചവൻ, അള്ളാഹു മാത്രമാണ് സട്ടാബ്. വേറെ ഒരാൾക്കും ഇവിടെ എന്റെ ഈ കൈവിരൽ ഉയർത്തുന്നത് പോലും അള്ളാഹു സൃഷ്ടിച്ചിട്ടല്ലാതെ എന്നെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഞാൻ അതുമായി ഇടപെടുമ്പോൾ അള്ളാഹു അത് സൃഷ്ടിച്ചു തരണം. അതാണ് സുന്നത്തിന്റെ ആയത്ത്. ഖാലിഖുൽ അഫ്ആൽ, ഖാലിഖു കുല്ലി ശൈ. സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം, പരിശുദ്ധ ഖുർആനിൽ നേരത്തെ ഞാൻ ഓതി അന്നീ അഖ്ലുഖു ലക്കും മിനത്തീനി എന്ന് ഓതി. അതിന്റെ നേരെ അർത്ഥം ഞാൻ കളിമണ്ണിനാൽ സൃഷ്ടിക്കും. അവിടെ ആ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ അല്ല, എന്ന അർത്ഥത്തിൽ പറഞ്ഞ ഒരു ഖൽഖ് എന്ന വാചകമാണ്. ഏതുപോലെ അഹ്സനുൽ ഖാലിഖീൻ എന്ന് ഖുർആനിലുണ്ട്. അതിനർത്ഥം അല്ലാത്ത കുറെ പഠിച്ചവന്മാരുണ്ട് എന്നല്ല. അത് മുസവ്വിരീൻ, അതേ രൂപപ്പെടുത്തുന്ന പലരുണ്ട് എന്നർത്ഥത്തിലാണ് അവിടെ ഖാലിഖ്. എത്ര വ്യക്തമായിട്ട് ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട്. ഇതീ നൗഷാദ് കേട്ടിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ചോദ്യമാണ്, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് കുഫറാണോ,
അള്ളാഹു പറഞ്ഞത് കുഫറാണോ എന്നൊക്കെ ചോദിക്കാൻ കൂടെ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ കോൾമയൂർ കൊള്ളുമല്ലോ. നമ്മൾ പേടിക്കുമെന്ന് ഓർത്തിട്ടാണോ ഈ ചെക്കൻ ചോദിക്കുന്നത് എന്നറിയില്ല. ആണെങ്കിൽ അത് പോക്കറ്റിൽ വെച്ചേക്ക്. നിന്റെ തട്ടിപ്പും തരികിടയൊന്നും ഞങ്ങൾ സുന്നികളുടെ അടുത്ത് നടക്കില്ല നൗഷാദെ. പേരോട് ഉസ്താദ് വളരെ കൃത്യമായി പറഞ്ഞു, അള്ളാഹു മാത്രമാണ് ഖാലിഖ്, അള്ളാഹു മാത്രമാണ് ഇലാഹ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞത് എന്താ? അതേസമയം ഖാലിഖീൻ, അഹ്സനുൽ ഖാലിഖീൻ, അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം സൃഷ്ടിച്ചത്, അവിടെയൊക്കെ അർത്ഥം എന്താ? പടച്ചോനാണെന്നല്ല. ഉസ്താദ് പറഞ്ഞ വാക്ക് കേട്ടോ, പടച്ചോനാണെന്നല്ല, മറിച്ച് അവരൊക്കെ മുസവ്വിരീൻ, ശില്പികൾ, രൂപപ്പെടുത്തുന്നവർ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണെന്ന് ഉസ്താദ് വ്യക്തമായി പറഞ്ഞു. സുന്നികൾക്ക് പഠിക്കാൻ അത് മതി. ഇബ്ലീസ് ത്വരീഖത്തുകാരുടെ ക്ലാസ് സുന്നികൾക്ക് വേണ്ട. എന്താ പറഞ്ഞത്? അവരാരും പടച്ചോനല്ല. പടച്ചോൻ എന്ന് പറഞ്ഞാൽ എന്താ നൗഷാദെ? ഞാൻ എത്ര വീഡിയോയിലായി പറയുന്നു, നീ എന്താ കേട്ടതായി നടിക്കാത്തത്? പടച്ചോൻ എന്ന് പറഞ്ഞാൽ എന്താ നൗഷാദെ? മലയാളികൾ അള്ളാഹുവിന് ഉപയോഗിക്കുന്ന പദമാണത്, പടച്ചോൻ എന്ന പദം. ആ പദമാ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് CM വലിയുല്ലാഹി ഞങ്ങളുടെ പടച്ചോനാണെന്ന് പറയാൻ ഞങ്ങൾക്കൊരു പേടിയുമില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നാടന്മാര് വരെ നിങ്ങൾക്കെതിരെ രംഗത്തിറങ്ങിയത്. എന്നിട്ട് ഇപ്പോഴും വലിയ മുഴുപ്പുള്ള ചോദ്യമായിട്ട് നടക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ഖാലിഖാണ് എന്ന് ഖുർആനിലുണ്ടത്രേ. എന്റെ ചെക്ക, അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്, ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഏതെങ്കിലും ഒരു വലിയനെ ഈ വലിയാണ് എന്റെ പടച്ചോൻ എന്ന് പറഞ്ഞതിന് ഒരു മാതൃകയുണ്ടോ എന്ന്. എന്നിട്ട് ഇവൻ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. മറുപടി എന്തായാലും ഇല്ല, പറയണ കാര്യം അത് കൃത്യമാണോ എന്നൊന്ന് നോക്കാം. അതേ പാട്ട് വന്നപ്പോ നമ്മൾ പറഞ്ഞത്, പാടുമ്പോൾ മശായിഖിനോട് ചോദിക്കണം, അല്ലാതെ പാടിയാൽ ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ടതില്ല. അവിടെ തന്നെ ബാക്കിയിൽ പറഞ്ഞത്, അതേ സമയത്ത് പാടുമ്പോഴേക്ക് അത് കുഫ്റാണ് എന്ന് പറഞ്ഞു വരണ്ട. അതൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞതാ. കൃത്യമായി പറഞ്ഞ വേറൊന്നുകൂടി ഞാൻ കേൾപ്പിച്ചിരുന്നു. ഈ പാട്ടിനെ കുറിച്ച് നീ പറഞ്ഞത്, നീ എന്തേ അത് കേട്ടില്ലേ? നീ എന്താ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാതെ പോയത്? നീ ഈ പാട്ടിനെ കുറിച്ച് പരാമർശിച്ചപ്പോ അന്ന് പറഞ്ഞത് കർശനമായി പറയുന്നു, ആ പാട്ടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് പാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരു കാര്യമുണ്ട്. എന്താണ്? നസ്വാറാക്കൾ എന്താണോ അവരുടെ നബിയായ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് അത് പറയാൻ പാടില്ല എന്ന് നീ പറഞ്ഞില്ലേ? നീ എന്താ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാത്തത്? എന്നിട്ടോ ഇവൻ പറയാൻ ലാസ്റ്റ് എന്റെ ഒരു ഉരുളൽ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു ഉരുളലും കൂടി അയാൾ നടത്തിയിട്ടുണ്ട്. യൂസുഫ് നബഹാനി തങ്ങളുടെ സഅദത്തുദ്ദാറൈൻ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ അസീസും വലിയ മഹത്തുള്ള ആളാണെങ്കിലും റസൂലിനെ കുറിച്ച് അങ്ങനെ പറയരുത് എന്ന് സഅദത്തുദ്ദാറൈൻ എന്ന കിതാബിൽ യൂസുഫ് നബഹാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ് അവിടെ എത്തി നിൽക്കുക. അതുകൊണ്ട് അതും കൂടിയാണ് പൊളിച്ചു കൊടുത്താൽ നമുക്കിത് കഴിഞ്ഞു. അപ്പൊ അത് ഒന്ന് പറഞ്ഞോട്ടെ ചങ്ങായി വന്ന്. ഇനി യൂസുഫ് നബഹാനിയുടെ തന്നെ കിതാബ് എടുക്കുക. ഏതാ കിതാബ്? സഅദത്തുദ്ദാറൈൻ. ആ കിതാബ് എടുത്ത് വായിക്ക്. അങ്ങനെ ഒരു വിശേഷണം ആർക്കെങ്കിലും ഉണ്ടെങ്കിലും അത് പറയാൻ പറ്റുമോ? പറ്റില്ല എന്ന് യൂസുഫ് നബഹാനി തങ്ങൾ തന്നെ വളരെ കൃത്യമായി രേഖപ്പെടുത്താൻ. സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. വഖാല അസ്ഹാബുന, നമ്മുടെ അസ്ഹാബ് പറഞ്ഞിരിക്കുന്നു. ഇയാൾ പറഞ്ഞു വരുന്നത് ചില വിശേഷണങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാവും, പക്ഷെ അത് പറയാൻ പറ്റൂല. പറഞ്ഞൊക്കെ പൊളിഞ്ഞിട്ടോ. കാരണം നമ്മളെ ചർച്ച എന്താ? ഈ വിശേഷണം അവർക്കുണ്ടോന്നാണ്. വിശേഷണം ഉണ്ടാകാ, പക്ഷെ അത് പറയാൻ പറ്റൂല എന്ന് യൂസുഫ് നബഹാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ പറഞ്ഞത് നുണയാണ്. കാരണം എന്താണെന്നറിയോ? ആ കിതാബ് ബാക്കി വായിക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാവും. ആ പറഞ്ഞത് നുണയാണെങ്കിൽ അതിന്റെ ബാക്കി വായിച്ചാൽ അത് കിട്ടുമെങ്കിൽ നിനക്കതങ്ങ് വായിച്ചാൽ പോരെ നൗഷാദെ? കിതാബൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നല്ലേ, അത് നോക്കി അങ്ങ് വായിച്ചാൽ പോരെ നൗഷാദെ? എന്തിനാണ് അതിന് നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് വിശദീകരിച്ച് ന്യായീകരിച്ചൊക്കെ പറയേണ്ട ആവശ്യം? ഇബാറത്തങ്ങ് വായിച്ചിട്ട് ഞാൻ പറഞ്ഞത് നുണയാണെന്നങ്ങ് തെളിയിച്ചാൽ പോരെ? കാര്യങ്ങൾ എളുപ്പല്ലേ? എന്നിട്ട് പറയാണ് നമ്മുടെ ചർച്ച എന്താണ്? മൂപ്പരിപ്പോഴും നമ്മുടെ ചർച്ച ഏതാ? പേരോട് ഉസ്താദ് ഖാലിഖ് എന്ന് പറഞ്ഞല്ലോ, അത് ഈ കുഫ്റാണെന്ന് പറഞ്ഞല്ലോ. മൂപ്പർ അതിലേക്കാണ് ഇപ്പോഴും പോണത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി തെളിയിച്ചിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, പേരോട് ഉസ്താദ് ഏതർത്ഥത്തിലാണ് പറയുന്നത് എന്നൊക്കെ അതിന്റെ ശേഷമുണ്ട്. ഞാനിപ്പോ കേൾപ്പിച്ചാണല്ലോ. ഇപ്പോഴും ഇവൻ അതിനകത്ത് പിടിച്ചു നിൽക്കാൻ. ഇവിടെ ചോദ്യം വളരെ സിമ്പിളായി കിടക്കുന്നു. ആരെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു വലിയനെ അത് ഞങ്ങളുടെ പടച്ചോനാണ് എന്ന് പറഞ്ഞതിന് തെളിവുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബികൾ ആരെങ്കിലും യാ ഖാലിഖനാ, യാ ഖാലിഖി എന്ന് വിളിച്ചിട്ടുണ്ടോ?
കേരളത്തിലേക്ക് വന്നാൽ ശംസുൽ ഉലമ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഇപ്പൊ പറയുന്ന ആളല്ലേ. അതുപോലെ ചെറുശ്ശേരി ഉസ്താദ്, കാളമ്പാടി ഉസ്താദ്, അങ്ങനെ തുടങ്ങി എത്ര ആളുകളുണ്ട്. അവരാരെങ്കിലും സി എം വലിയുല്ലാഹിയെ തന്നെ എടുക്കാം. സി എം വലിയുല്ലാഹി എന്റെ പടച്ചോനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ നൗഷാദെ? ചോദ്യം അതാണ്, ചർച്ച അവിടെയാണ്. എന്നിട്ട് അവൻ ചർച്ച മാറ്റാൻ വേണ്ടിയിട്ട് പറയാ ഞങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? അവര് പറഞ്ഞത് എന്താണെന്ന് പറയുന്നുണ്ട് നമ്മുടെ അടുത്ത. ഞങ്ങൾ പറഞ്ഞ എന്താ? ഖാലിഖ്, അസീസ്, ഗഫൂർ, ഇതൊക്കെ റസൂലിനെ കുറിച്ച് പറയുകയും വേണം. അതിന് അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. പേര് പറയുമ്പോ കൂടെ പറയേണ്ടത് ഒരു മാതൃക ഉണ്ട്, അതിനനുസരിച്ച് പറഞ്ഞാൽ മതി. ആ മാതൃക അനുസരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. ഏതെങ്കിലും ഒരു പടപ്പിനെ ഇതെന്റെ പടച്ചോനാണ് എന്ന് വിളിക്കാൻ മാതൃകയുണ്ടോ എന്ന് ചോദിച്ചത്. ഇപ്പൊ തിരിഞ്ഞോ? ഈ ചോദ്യം വന്നത് എവിടെ നിന്നാണെന്ന് തിരിഞ്ഞോ? മാതൃകയുണ്ടാകണം. എവിടെ ആ മാതൃക? അതിനാ ഞാൻ കിതാബ് വായിച്ചത്, യൂസുഫ് നബഹാനിയുടെ കിതാബ് വായിച്ചത്. അതിനാൽ അത് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ അസീസാണ്, ജലീലാണ് എന്നതോടൊപ്പം തന്നെ അസ്സ വജല്ല എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്. മാതൃക വേണം. മാതൃകയുണ്ടോ എന്നാ ചോദിക്കുന്നത്.